ഡോക്ടർ അരുൺകുമാർ, ഞാൻ എൻ്റെ ഒരു ന്യായമായ സംശയം ചോദിക്കുകയാണ് താങ്കളോടും ഈ പാനലിലുള്ള ബാക്കിയുള്ളവരോടും കൂടെ ചേർത്താണ്. ഈ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം എന്ന് പറഞ്ഞത് അത് നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണോ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഏജൻസി റിറ എന്ന് പറഞ്ഞ ഔദ്യോഗിക സംവിധാനം തന്നെയുണ്ട് സർക്കാരിന്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തോ ക്രിമിനൽ കുറ്റമാണ് എന്ന തരത്തിലുള്ള സ്ഥിരം ഒരു അവബോധ നിർമ്മിതി അതെന്തിനാണ്? അതുമായി വാസനകളോ ക്രിമിനൽ 2015 കൊൽക്കത്ത പ്ലീനത്തിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധമടക്കമുള്ള ജീവിതത്തിൽ ഏർപ്പെടുന്ന പാർട്ടി നേതാക്കൾ അവരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ തെറ്റുതിരുത്തണമെന്ന് പറയുന്നത് ആ പാർട്ടി പ്ലീനത്തിലാണ്. അല്ല, അതായിക്കോട്ടെ, ഞാൻ അതല്ലല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ അത് കൊള്ളക്കാരുടെ സംഘമാണ് എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള വ്യഗ്രതയെ ഞാൻ ചോദ്യം ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്. ഏർപ്പാടല്ലോ ശ്രീ എം ജയചന്ദ്രൻ. അല്ല, താങ്കളത് പറഞ്ഞത് നന്നായി. എന്താണെന്നറിയാമോ, ഞാൻ കുട്ടനാട്ടുകാരനാണേ. കുട്ടനാട്ടിൽ ഞാൻ എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. അതായത് കുട്ടനാട്ടിൽ യഥാർത്ഥ കർഷകനോ യഥാർത്ഥ കർഷക തൊഴിലാളിയോ ഇല്ല എന്നാണ് എൻ്റെ ഒരു വീക്ഷണവും. ഞാൻ പറയാറുള്ളത് എഴുതാറുള്ളത് അങ്ങനെയാണ്. കാരണം യഥാർത്ഥ കർഷകൻ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മാത്രം, നെൽപ്പാടങ്ങൾ അല്ലെങ്കിൽ തെങ്ങിൻ തോട്ടങ്ങൾ മാത്രം സ്വന്തമായിട്ടുള്ള കർഷകനാണെങ്കിൽ വേറെ യാതൊന്നുമില്ല വരുമാന മാർഗമായിട്ട്. അങ്ങനെ ഒരൊറ്റ കർഷകൻ പോലും കുട്ടനാട്ടിലില്ല. കാരണം ആ എല്ലാ വീടുകളിലും ഒരു പുറം വരുമാനമുണ്ട്. അതുപോലെ തന്നെയാണ് കർഷക തൊഴിലാളി എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായ കർഷക തൊഴിലാളി എന്ന് പറയുന്ന ഒരു കുടുംബം കുട്ടനാട്ടിലില്ല. കാർഷിക മേഖലയിലെ തൊഴിൽ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കർഷക തൊഴിലാളിയും കുട്ടനാട്ടിലില്ല. കാരണം ആ വീടുകളിലെല്ലാം ഒരു പുറം വരുമാനമുണ്ട്, മറ്റൊരു വരുമാനമുണ്ട്. അത് കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിലുണ്ടായ അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ ഭാഗമാണ് സർ. അത് വെറുതെ അങ്ങ് എഴുതിത്തള്ളാനും നെഗേറ്റ് ചെയ്യാനും ആർക്കും കഴിയില്ല. അതൊക്കെ ഉണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യം മറ്റതിലേക്ക് ഞാൻ വഴിതെറ്റിച്ച് പോവില്ല. മറ്റേ ഈ താങ്കൾ CPM-മായി ബന്ധപ്പെട്ട ചോദ്യം പ്രസക്തമാണ്, ഏറ്റവും പ്രസക്തമാണ്. അതുതന്നെയാണ് ഈ പ്രമോദ് കോട്ടൂളിയുടെ പ്രശ്നം പറയുമ്പോൾ ഞാൻ അതുമാത്രമല്ല, മുൻപ് ഒരു റിപ്പോർട്ടിൽ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, അവിടെ ഒരു കോക്കസ് തന്നെയുണ്ട്. അതിൽ CPM-കാർ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കോക്കസ് കോഴിക്കോട്ട് വളരെ സജീവമാണെന്ന്, ആക്റ്റീവാണെന്നേ. അതടക്കം നിയമത്തിന് നിയമവിധേയമായി തന്നെ പോലീസ് അടക്കം മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോവുകയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. അക്കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഇവിടെ ഈ പ്രശ്നത്തിൽ താങ്കൾ ബിസിനസ്സുകാരെന്ന് പറഞ്ഞല്ലോ ആ ഡോക്ടറുടെ ഭർത്താവിനെ, ഡോക്ടർ അരുൺകുമാർ, എൻ്റെ അറിവിൽ അദ്ദേഹവും ഒരു ഹോമിയോ ഡോക്ടറാണ് കേട്ടോ. എന്നാണ് എൻ്റെ അറിവ്. സ്ഥാപനത്തിന്റെ പേരും എൻ്റെ കയ്യിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. നേരിട്ട് പരാതി നമ്മുടെ ഓഫ് റെക്കോർഡാണ്, അതുകൊണ്ടാണ്. അത് പേരെനിക്കറിയാം, ഞാൻ പറയുന്നില്ല, പോട്ടെ. എന്തായാലും അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോഴിക്കോട് പാർട്ടിയിൽ കോഴിക്കോട് മാത്രമല്ല, അത് കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, മറ്റ് ജില്ലകളിലെല്ലാം ഉണ്ട് എന്നാണല്ലോ ഇവരെല്ലാം പറയുന്നത്. ഞാൻ പേഴ്സണെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ ഗണേശും റജിൽ മാക്കുറ്റിയും പറഞ്ഞത്. അപ്പം അവരുടെ പാർട്ടി പരമശുദ്ധം, പരമപവിത്രം അല്ലേ? എന്താണ് ഈ പറയുന്നത്? ഈ ഒരു ചർച്ചയിലിരുന്ന് ഈ ഗണേശനോട് ആദ്യം ചോദിക്കാം, BJP അതിൽ കൂട്ടണ്ട എന്ന് പറഞ്ഞല്ലോ. ഭരണഘടനാ വിരുദ്ധം, രാജ്യതാൽപര്യത്തിന് വിരുദ്ധം എന്ന് പറഞ്ഞ് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി കഴുത്തിന് ഞെക്കിപ്പിടിച്ചു കേന്ദ്ര സർക്കാരിന്റെ. എന്തിനാണെന്നറിയാമോ? 2023 ദിവസത്തെ പരമ്പര എഴുതിയാളാണ് ഞാൻ. നേതാവായിട്ടുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയുമായിട്ടുള്ള G. സുധാകരനാണ് പറഞ്ഞത്. അതെ, അല്ല, ഞാൻ പറയാം, അവിടെ നിൽക്കൂ, താങ്കളോട് ധൃതി പിടിക്കാൻ നിൽക്കൂ. G. സുധാകരനായിട്ട് എനിക്ക് വളരെ വലിയ ഒരു സഹോദര ഈ സമാനമായ ബന്ധമുള്ള ആളാണ്. ഞാൻ സംസാരിക്കാറുമുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിനെ വെറുതെ BJP-യുടെ ചർച്ചയിലേക്ക് കൂട്ടിക്കുഴയ്ക്കണ്ട. അദ്ദേഹത്തിന് വളരെ സുതാര്യമായ നിലപാടുള്ള മനുഷ്യനാണ്. അത് വേറെ കാര്യം. അത് ഞാൻ പറഞ്ഞ ഇതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ആ പാർട്ടിയുടെ നിലപാട്? സുപ്രീം കോടതിയാണ് പറഞ്ഞത്, എന്നെപ്പോലുള്ള സാധാരണ പൗരന്മാരല്ല പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻ ചെയ്തോ? എന്തെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിൽ വേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് ഈ നിമിഷം വരെ BJP-ക്ക് തോന്നിയിട്ടുണ്ടോ? നാഷണൽ എക്സിക്യൂട്ടീവിന് തോന്നിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന് തോന്നിയിട്ടുണ്ടോ? താങ്കളടക്കമുള്ള പ്രവർത്തകന്മാർക്കോ നേതാക്കന്മാർക്കോ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ച് ദയവായി ഇങ്ങനെ ഗർജിക്കാതിരിക്കൂ. എല്ലാ പാർട്ടികൾക്കും അവരവരുടെ അപജയങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഞാനും അംഗീകരിക്കും. അതൊക്കെ
അത് CPM ആണെന്നുണ്ടെങ്കിൽ ഭരണ പാർട്ടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് തിരുത്തി പോകാനായിട്ട്. അത് ഭരിക്കുന്ന പാർട്ടി 8 വർഷമായിട്ട് കേരളത്തിൽ. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഒരു ഉത്തരവാദിത്വം അവരങ്ങനെ ചെയ്യുകയും വേണം. അങ്ങനെ ഉറച്ച് പറയുന്ന ആളുമാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് അവർ മാത്രമാണ് എല്ലാ ജില്ലകളിലും CPMകാർ താഴെ മുതൽ മുകൾ വരെ കുഴപ്പക്കാരാണ്. അതിന് ഉത്തരവാദി ആരാ? പിണറായി വിജയനാണ്. പിന്നെ ആരാ? മുഹമ്മദ് റിയാസാണ് കോഴിക്കോട്. അത്തരത്തിലുള്ള സമവാക്യങ്ങളുമായിട്ട് ദയവായി ഇറങ്ങാതിരിക്കുക. അത് കേരളത്തിൽ വെന്തു പോവില്ല. ഓക്കെ, ശരി. മറ്റു പാനലിസ്റ്റുകളുടെ മറുപടി. Debate with Arun Kumar.